അച്ഛൻ കോവിലാറിന്റെ തീരം ഇടിയുന്നതായി പരാതി. പത്തനംതിട്ട വലഞ്ചുഴി നച്ചുറവേലിക്കടവ് ഭാഗത്താണ് തീരം വലിയ തോതിൽ ഇടിയുന്നത്. വലഞ്ചുഴി തെക്കിനേത്ത് വീട്ടിൽ ഓമനയും കുടുംബവും കഴിയുന്നത് അപകട ഭീഷണിയിലാണ്. പത്തനംതിട്ട വലഞ്ചുഴി ഭാഗത്ത് വ്യാപകമായ രീതിയിൽ അച്ഛൻ കോവിലാറിൻ്റെ തീരം ഇടിയുന്നതിൻ്റെ പ്രശ്നമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീടിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഈ സ്ഥലം ഒന്നാകെ ഇടിഞ്ഞ് ആറിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഈ വീട്ടിൻ്റെ പശുത്തൊഴുത്താണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ പശുക്കളെ കെട്ടിയിരിക്കുന്ന ഭാഗമൊക്കെ തന്നെ ഇടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ വീട്ടുകാരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. 18 വെള്ളം പൊക്കം തൊട്ട് ഇടിയാൻ തുടങ്ങിയതാണ്. അങ്ങനെ കുറേശ്ശെ ഇടിഞ്ഞ് അങ്ങ് പോയി. എരുത്തിൻ്റെ ആ വശം മൊത്തം ഇടിഞ്ഞ് ആറ്റിപ്പോയി. അന്ന് ആ തൂണയിലൊരു കിടാവിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു, അതും തൂങ്ങി വെള്ളത്തിൽ പോയി. അങ്ങനെ അന്നോട്ട് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പോവുക. ഇപ്പം വീടിനൂടെ ഭീഷണിയാണ്. പേടിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നുമില്ല. 7 സെൻറ്റ് വസ്തുവേ ഉള്ളൂ ഇവിടെ. അതിൽ 3 സെൻറ്റും 6 കൊണ്ടുപോയി. ബാക്കി ഈ 4 സെൻറ്റിനകത്തുള്ള വീടേ ഉള്ളൂ. കാറ്റും മഴയൊക്കെ ആവുന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. കാണുന്നവർ എല്ലാവരും പറയും മാറുന്നു. ഞങ്ങൾക്ക് മാറാൻ വേറെ നിവർത്തിയൊന്നുമില്ല. കഴിഞ്ഞ ഒരാഴ്ച ഭയങ്കര ശക്തമായ മഴയായിരുന്നു. അന്നേരം എന്തെങ്കിലും സംഭവിച്ചിരുന്നു? അന്നേരം കൂടാക്കളെ എല്ലാം ആഴ്ച അങ്ങേ അയ്യത്തിപ്പോൾ ഷെഡ് വെച്ച് അവിടുത്തെ ഇപ്പം പശുക്കളെ കെട്ടുന്നത്. വലിയ മഴ വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. പഞ്ചായത്തോ അങ്ങനെയുള്ള അധികൃതരെ ബന്ധപ്പെടുകയോ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഒത്തിരി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒരു ഇതും ചെയ്തിട്ടില്ല. ഇനിയിപ്പം അടുത്ത പ്രളയം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടും എല്ലാം നദി കൊണ്ടു. പൂർണ്ണമായിട്ടും മണ്ണ് താഴേക്ക് അച്ഛൻ കോവിലാറിലേക്ക് ഇടിഞ്ഞ് പോവുകയാണ്. അപ്പോൾ നമ്മളോടൊപ്പം സുരേഷ് കുമാറുണ്ട്. വലഞ്ചുഴി ഈ ഭാഗം മുതൽ കല്ലറക്കടവ് വരെയുള്ളൊരു ഭാഗമുണ്ട്. ഏകദേശം ഒരു 2-3 കിലോമീറ്ററോളം വരും. ഇത്രയും ഭാഗം ഈ ആറ്റുതീരം കെട്ടി സംരക്ഷിക്കല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ നഗരസഭയെ സംബന്ധിച്ചോളം ഇതിനുള്ള പണം ഇല്ല. ഗവൺമെൻറ് ഇതിന് മുൻകൈ എടുക്കണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫിന് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഇതുപോലെ സംസ്ഥാനത്തൊട്ടാകെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് വെക്കാനാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള മേഖലകളിൽ അത് കെട്ടി സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മേജർ ഇറിഗേഷൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഗവൺമെൻറ്റും മന്ത്രിയും ഇത് മുൻകൈ എടുത്ത് പോയില്ല എങ്കിൽ ഇതുപോലെയുള്ള സാധുക്കളായ ആളുകൾ അവരുടെ ജീവന് തന്നെ ഭീഷണിയായ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾ ഇത് കണ്ട് ബോധ്യപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സുരേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ 2 കിലോമീറ്ററോളം ദൂരം കൃത്യമായി ചെയ്തില്ലെങ്കിൽ വലിയൊരു ആപത്തിലേക്കായിരിക്കും വഴിവെക്കുന്നത്. വലഞ്ചുഴിയിൽ നിന്നും നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.